ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫമേഷൻ അണ്ടർ ലോ ഓഫ് ടോർട്ട് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വായിക്കേണ്ട ടോപ്പിക്കിലോട്ട് പോവാം. ലോ ഓഫ് ടോർട്ടിൻ്റെ അണ്ടറിൽ ഡിഫമേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എതിരായിട്ട് നടത്തുന്ന പ്രസ്താവനയാണ്. ആൻഡ് ആ പ്രസ്താവന നടത്തുന്നത് ഒന്നെങ്കിൽ വാ വഴി, അതായത് സംസാരിക്കുന്നത് വഴിയായിരിക്കാം, അതല്ലെങ്കിൽ എഴുത്ത് രൂപത്തിലായിരിക്കാം. ആൻഡ് ഈ പ്രസ്താവന നടത്തുന്നത് വഴി ഈ ഓപ്പോസിറ്റ് പേഴ്സന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഡിഫമേഷൻ കമ്മിറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. സോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എതിരായിട്ട് എഴുത്ത് വഴിയോ അതല്ലെങ്കിൽ വാ വഴിയോ ഏതെങ്കിലും പ്രസ്താവന നടത്തുകയാണ്. ആൻഡ് ആ പ്രസ്താവന വഴി ഈ ഓപ്പോസിറ്റ് പേഴ്സന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയും ആണെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് എന്ന് വിശേഷിപ്പിക്കും. Defamation is a public communication which tends to injure the reputation of another. So, ഈ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള ഒരു ആശയവിനിമയം തന്നെയാണ്, അതായത് ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ആൻഡ് ആ കമ്മ്യൂണിക്കേഷൻ വഴി ഓപ്പോസിറ്റ് പേഴ്സന്റെ റെപ്യൂട്ടേഷനെ, അതായത് ഓപ്പോസിറ്റ് പേഴ്സന്റെ പ്രശസ്തി അതല്ലെങ്കിൽ അഭിമാനത്തിനെ ക്ഷതമേൽക്കുകയാണ്. മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ ഈ ഡിഫമേഷനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. Defamation means the act of communicating false statements about a person that injure the reputation of that person. So, defamation എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരു വ്യക്തിക്ക് എതിരായിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയാണ്. ആൻഡ് ആ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത് വഴി ഈ പേഴ്സന്റെ റെപ്യൂട്ടേഷൻ, അതായത് ഈ പേഴ്സന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയാണ്. സോ ഡിഫമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുത്ത് വഴിയോ അതല്ലെങ്കിൽ വാ വഴിയോ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തുന്നത് വഴി മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിനെയാണ്. ഈ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് രണ്ട് വിധത്തിൽ ഉന്നയിക്കാവുന്നതാണ്. ഒന്ന് ലിബൽ വഴിയും അതുപോലെ ഒന്ന് സ്ലാൻഡർ വഴി. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെവിയിലൂടെ കേൾക്കാൻ പറ്റിയിട്ടുള്ള ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ചെവിയിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന പരദൂഷണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് ഈ സ്ലാൻഡർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ എന്നോട് വന്നിട്ട് ഒരാള് പറയാണ് അവനൊരു കള്ളുകുടിയനാണ്, അതല്ലെങ്കിൽ അവന് ഏത് സമയവും അവൻ ഭയങ്കര തല്ലുകൊള്ളിത്തരാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അതായത് ഓഡിബിൾ ആയിട്ടുള്ള ഫോമിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന ആ ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ലാൻഡർ എന്നുള്ളതുകൊണ്ട്. ലിബൽ എന്ന് പറഞ്ഞാലോ, ലിബൽ എന്ന് പറയുമ്പോൾ അത് പെർമനന്റ് ആയിരിക്കും. അതായത് എന്നെ കുറിച്ച് വേണ്ടാത്തത് ഒരു വ്യക്തി പോസ്റ്ററിൽ എഴുതിയിട്ട് അതൊരു മതിലിൽ ഒട്ടിച്ചു വെക്കുകയാണ്. അത് അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കാർട്ടൂൺ എന്താ പറയുക, കാർട്ടൂൺ ചിത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു ചിത്രങ്ങൾ വരച്ചിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം. അത് കണ്ണിലൂടെ കാണാൻ കഴിയുന്നതാണ്, അതായത് നമുക്ക് കണ്ണിനെ അഡ്രസ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ അങ്ങനെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ ലിബൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലിബൽ എന്ന് പറയുന്നത് ഒരുപോലെ ടോർട്ടിന്റെ അണ്ടറിലും വരും, അതുപോലെ തന്നെ ക്രൈമായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും വേണ്ട ഇവിടെ ഈ ലിബല് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, അതെന്ന് പറയുന്നത് ആ പോസ്റ്റർ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി എക്സ്ട്രാ പ്രത്യേകിച്ച് പ്രൂഫിന്റെ ആവശ്യമൊന്നും ഇല്ല. എനിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇഞ്ചുറി വന്നോ എന്നുള്ളത് കാണിക്കാൻ പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും കൊണ്ടുവരണ്ട, കാരണം അത് ഓൾറെഡി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സ്ലാൻഡർ അങ്ങനെയല്ല. സ്ലാൻഡർ എന്ന് പറയുമ്പോൾ അതൊരു സിവിൽ ഇഞ്ചുറിയാണ്, ക്രിമിനൽ ഒഫൻസ് അല്ല. പക്ഷെ ചില കേസസിൽ അതിനെ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ബട്ട് സ്ലാൻഡർ നമ്മൾ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും പ്രൂഫ് തന്നെ കൊണ്ടുവരണം. അതായത് എൻ്റെ റെപ്യൂട്ടേഷൻ അതല്ലെങ്കിൽ എനിക്ക് വന്ന നാശനഷ്ടങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചുകൊണ്ട് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂഫ് ഹാജരാക്കേണ്ടതാണ്. സോ സ്ലാൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്, അതായത് ഓഡിബിൾ ഫോമിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് ലിബൽ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിലൂടെ കാണുന്ന കാഴ്ചയാണ്.
ഇനി നമുക്ക് എലമെന്റ്സ് ഓഫ് ഡിഫമേഷനെ കുറിച്ചിട്ട് നോക്കാം. അതായത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് പ്രസന്റ് ആണെങ്കിലാണ് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി മെയ്ഡ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അവിടെ ഒരു പ്രസ്താവന നടന്നിട്ടുണ്ടായിരിക്കണം. അതായത് ഒരാള് മറ്റൊരു വ്യക്തിയുടെ മുകളിൽ ഒരു പെർട്ടിക്കുലർ പ്രസ്താവന മുന്നോട്ട് വെച്ചിട്ട് ഉണ്ടായിരിക്കണം. അതൊന്നെങ്കിൽ സംസാരത്തിലൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ എഴുത്തിലൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സയൻസിലൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണാൻ പറ്റുന്ന ഏതെങ്കിലും രീതിയിലായിരിക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ഈസ് ആസ്ക്ഡ് ഹൂ സ്റ്റോൾ ബീസ് ഡയമണ്ട് റിംഗ്. എ എന്ന വ്യക്തിയോട് ഏതോ ഒരു വ്യക്തി ചോദിച്ചു ബി എന്ന വ്യക്തിയുടെ ഡയമണ്ട് മോതിരം ആരാണ് മോഷ്ടിച്ചത് എന്നുള്ളത്. എ എന്ത് ചെയ്തു? സി എന്നുള്ള വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു സി ആണ് ഈ മോതിരം കട്ടെടുത്തത് എന്നുള്ളത്. അപ്പൊ എന്തുണ്ടായി? എല്ലാ ആൾക്കാരും വിശ്വസിച്ചത് സി എന്നുള്ള വ്യക്തിയാണ് ഈ ബി എന്നുള്ള ആളുടെ ഡയമണ്ട് റിംഗ് കട്ടെടുത്തത് എന്നുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ പ്രസ്താവനയെ നമുക്ക് ഡിഫമേഷൻ ആയിട്ട് കണക്കാക്കാം. രണ്ടാമതായിട്ട് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് മെൻഷൻ പ്ലെയിന്റിഫ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം? സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ പ്ലെയിന്റിഫിനെ, അതായത് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയെ ആയിരിക്കണം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവേണ്ടത്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്ലെയിന്റിഫിനെ ആയിരിക്കണം. അതായത് ഈ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ഒന്നെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ആയിരിക്കാം, അതായത് ഒരു അസോസിയേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ കമ്പനി ആയിരിക്കാം, എന്തിനും ആയിക്കോട്ടെ ഇവരെ ആയിരിക്കണം മെൻഷൻ ചെയ്തിട്ട് ഉണ്ടാവേണ്ടത്. സോ ഒന്നെങ്കിൽ ഈ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ എക്സ്പ്രസ്ലി ആയിരിക്കാം, അതായത് ചിലപ്പോൾ നേരിട്ട് തന്നെ പറയുന്ന രീതിയിലായിരിക്കാം, അതല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി ആയിരിക്കാം. അതായത് ചിലപ്പോൾ നമുക്ക് നേരിട്ട് ആൾ പറയുന്നുണ്ടാവാം, പക്ഷെ അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടുകൊണ്ട് ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. The person referred to in the defamation statement may be alive or dead. ചിലപ്പോൾ എന്തുണ്ടാവാം? നമ്മൾ ഈ പെർട്ടിക്കുലർ പോയിന്റിൽ പറഞ്ഞല്ലോ ഒരു വ്യക്തിയെ ആയിരിക്കണം സൂചിപ്പിക്കേണ്ടത് എന്നുള്ളത്. ആ വ്യക്തി ചിലപ്പോൾ ജീവനോടെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഇപ്പോൾ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ ബിഹാഫിലാണ് ഇങ്ങനെ ഒരു ഡിഫമേഷന്റെ മുകളിൽ ഒരു വ്യക്തി കേസ് കൊടുക്കുന്നതെങ്കിൽ അത് ആ മരിച്ച വ്യക്തിയുടെ മുകളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ഒന്നെങ്കിൽ അവരുടെ ലീഗൽ ഹെയർസോ അങ്ങനെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കണം. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് കേസ് കൊടുക്കുന്ന ആളെ മെൻഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കേസ് കൊടുത്ത വ്യക്തിയെ എഫക്ട് ചെയ്യുന്ന ഒന്നായിരിക്കണം. ആ വ്യക്തി ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ഈ വ്യക്തി ജീവിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയോ ആയിരിക്കാം. മൂന്നാമതായിട്ട് ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി ഡിഫമേറ്ററി. Defamation begins with someone making a statement, and any person who makes a defamatory statement can be held liable for defamation. Defamation എന്ന് പറയുന്ന കാര്യം എവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മുകളിൽ ഇറക്കുന്ന ഒരു പ്രസ്താവനയെ തൊട്ടിട്ടാണ് ഈ ഡിഫമേഷൻ എന്നുള്ളൊരു സംഭവം ഉയർന്നു വരുന്നത്. അതായത് മറ്റൊരു വ്യക്തിയുടെ പേരിനെയും പെരുമയ്ക്കും, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സ്വഭാവത്തിന്, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ റെപ്യൂട്ടേഷന് കോട്ടം തട്ടുന്ന രീതിയിൽ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം, ഒരു പ്രസ്താവനയായിരിക്കണം ഈ വ്യക്തി നടന്നിട്ടുണ്ടാവേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. മറ്റൊരു വ്യക്തിനെ തെറി വിളിക്കുക, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കള്ളുകുടിയനാണ്, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കള്ളനാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇന്റന്റ് ഓഫ് ദ റോങ് ഡൂവർ ആണ്. അതായത് ഈ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ഉദ്ദേശത്തിനെയാണ് ഇവിടെ കണക്കിലെടുക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് അറിയാം താൻ ഈ നടത്തുന്ന പ്രസ്താവന, അതായത് താൻ ഈ നടത്തുന്ന ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് കാരണം ഓപ്പോസിറ്റ് പേഴ്സന്റെ റെപ്യൂട്ടേഷൻ തകരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു വ്യക്തി ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പണിഷബിൾ ആണ്. സോ ഈ തെറ്റുകാരന്റെ ഇന്റൻഷനും കൂടി നമ്മളിവിടെ കണക്കിലെടുക്കും. അടുത്തതായിട്ട് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി ഫോൾസ്. നമ്മൾ മറ്റേ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു പരത്തുന്ന ഈ ഒരു പ്രസ്താവന എപ്പോഴും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ ഡിഫമേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പം അതായത് സത്യത്തിന്റെ മുഖം എത്ര വികൃതമാണെങ്കിൽ പോലും
സത്യത്തിനെ സത്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതായത് ഇപ്പം ഞാൻ മറ്റൊരു വ്യക്തിയെ കുറിച്ചിട്ട് ഉള്ള കാര്യം പറഞ്ഞു ആൻഡ് അതുവഴി ആ വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ തകരുകയാണ് എന്നുണ്ടെങ്കിൽ എന്നെ ലോ പണിഷ് ചെയ്യില്ല, കാരണം ഞാൻ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് നേരെ മറിച്ച് തെറ്റായ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു പരത്തുന്നതെങ്കിൽ ഞാൻ ഡിഫമേഷന് ലയബിൾ ആണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി പബ്ലിഷ്ഡ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഡിഫമേറ്ററി ആയിട്ട് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് കുറച്ച് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായത് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൽ വന്നിട്ട് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നോക്കി പറയാണ് അയാളൊരു കള്ളുകുടിയനാണെന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു ഡിഫമേഷൻ ആവില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് പേഴ്സണൽ മെസ്സേജ് അയക്കുകയാണ്, അത് എന്താ അപ്പോൾ അയക്കുന്നത് ഒരു ഡിഫമേഷൻ അല്ല. അതുപോലെ തന്നെ ഞാൻ എന്നും വന്നിട്ട് ഡയറി എഴുതും, അപ്പം ഞാൻ എഴുതണതിൻ്റെ ഇടയിൽ ഞാൻ എഴുതണം ഇന്ന ആൾ കള്ളുകുടിയനാണ് എന്നുള്ളത്. സോ അതിനൊന്നും നമുക്ക് ഒരു ഡിഫമേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഒരു മൂന്നാമതൊരു പാർട്ടി ഈ ഒരു കാര്യം അറിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യത്തിനെ നമുക്ക് ഡിഫമേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡയറി എഴുതുന്ന, എനിക്കറിയാം എൻ്റെ ഡയറി വേറൊരാൾ വായിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്, എന്നിട്ടും ഞാനത് എഴുതുകയാണ് ആൻഡ് അതുവഴി ഒരു തേർഡ് പാർട്ടി അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിഫമേഷന് ലയബിൾ ആണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി കൺസിഡേഴ്സ് ദ ഡിഫമേഷൻ ടു ബി ട്രൂ. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ബി എന്നുള്ള വ്യക്തി കള്ളുകുടിയനാണ് എന്ന് പറഞ്ഞു പരുത്തി, പക്ഷെ നാട്ടുകാർ ആരും അത് വിശ്വസിച്ചിട്ടില്ല. അതായത് അവർക്ക് എൻ്റെ ആ വാദത്തിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത് മറ്റേ വ്യക്തിയുടെ അഭിമാനത്തിന് പ്രത്യേകിച്ച് കോട്ടമൊന്നും തട്ടുന്നില്ല, അപ്പം അതൊരു ഡിഫമേഷൻ ആവില്ല. ബട്ട് നേരെ മറിച്ച് എൻ്റെ ഈ പ്രസ്താവന വഴി നാട്ടുകാരൊക്കെ വിശ്വസിച്ചു, അതായത് ബി എന്നുള്ള വ്യക്തി ഒരു കള്ളുകുടിയൻ തന്നെയാണ് ആൻഡ് അതുവഴി അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിഫമേഷനായിട്ട് കണക്കാക്കാം. ലാസ്റ്റായിട്ട് the statement must cause injury. അതായത് എൻ്റെ ഈ പ്രസ്താവന കാരണം, അതായത് ഞാൻ ബി എന്നുള്ള വ്യക്തിയെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള കുറച്ച് വാദങ്ങൾ പ്രചരിപ്പിച്ചു ആൻഡ് അതുവഴി ബിക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിഫമേഷനായിട്ട് കണക്കാക്കും. ഞാൻ പറയാണ് ബി എന്നുള്ള വ്യക്തി ഒരു മുഴുകുടിയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആൻഡ് എൻ്റെ ഈ വാദം നാട്ടുകാരൊക്കെ ഏറ്റെടുത്തു ആൻഡ് അതുവഴി ബിയുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കാരണം എന്താണ്, ഓപ്പോസിറ്റ് പാർട്ടിക്ക് എൻ്റെ ഈ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് വഴി ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ പ്രസന്റ് ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഇവിടെ ഡിഫമേഷൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So, thank you for watching the video.